നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഞാൻ ഒരുപാട് ലൈറ്റ്സിൻ്റെ വീഡിയോ ഈ ഒരു ചാനലിൽ കാണിക്കാറുണ്ട്. ഒരുപാട് ടൈപ്പുകൾ കാണിക്കുന്നുണ്ട്. പ്രൊജക്ടർ ടൈപ്പ് ആണെങ്കിലും, നമ്മുടെ നോർമൽ ടൈപ്പ് ആണെങ്കിലും, LED ടൈപ്പ്സ് ആണെങ്കിലും, ഹാലജൻ ടൈപ്പ് ആണെങ്കിലും, HIDs ഒക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് ടൈപ്പ് ലൈറ്റുകൾ ഈ വീഡിയോയിൽ കാണിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയുന്നുണ്ട്, ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ എനിക്കിതിനകത്ത് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തോന്നിയൊരു കാര്യം, എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യമാണ് ഹഫ്സീൻ 974 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇത്തരം ലൈറ്റുകളൊന്നും വണ്ടിയിൽ ഫിറ്റ് ചെയ്യരുത്. അത് എതിരെ വരുന്ന വണ്ടിക്കാർക്ക് പ്രയാസം ഉണ്ടാക്കും. വളരെ മര്യാദയ്ക്കാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. 100%. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ വീഡിയോസ് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ എല്ലാ വീഡിയോസും ലൈറ്റിൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും നമ്മൾ ഡിം ലൈറ്റ് അഥവാ നോർമൽ ഹെഡ്ലൈറ്റ് മാത്രം യൂസ് ചെയ്ത് പോകാവുള്ളൂ. ഒരു കാരണവശാലും ഹൈ ബീം യൂസ് ചെയ്യരുത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. പേഴ്സണലി ഹൈ ബീം യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും നാൾക്കെതിരെയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മാത്രം ഞാൻ ഹൈ ബീം യൂസ് ചെയ്തിട്ടുള്ളൂ. കഴിവതും ഹൈ ബീംസ് യൂസ് ചെയ്യാറില്ല. ഓരോ ലൈറ്റുകളും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്മെൻറ്റ്. കാരണം നമുക്കൊരു കാര്യം ഏത് രീതിക്ക് വേണം ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് ബൾബ് ആണെങ്കിലും, ഒരു ഹാലജൻ ബൾബ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പ്രൊജക്ടർ LED ആണെങ്കിലും നമുക്ക് എങ്ങനെ വേണം ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ കാര്യമുണ്ട്. കാരണം നമ്മളത് ഫിറ്റ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിക്കാണ്. ഇത് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും പകലായിരിക്കും. പക്ഷേ ഫിറ്റ് ചെയ്തിട്ട് എത്ര പേര് ഇതിൻ്റെ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം ആ ഫോക്കസിങ്ങിലാണ് ഏറ്റവും വലിയൊരു കഥ ഇരിക്കുന്നത്. കാരണം നമ്മൾ ലൈറ്റ് ഇട്ടതിന് ശേഷം ഇത് എങ്ങനെയാണ്, കാരണം നമുക്ക് റോഡ് വിസിബിലിറ്റിയാണ് കിട്ടേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവൻ്റെ കണ്ണിലോട്ട് അടിച്ചു കൊടുക്കുക എന്നുള്ളൊരു പർപ്പസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് റോഡ് വിസിബിലിറ്റിയാണ് കിട്ടേണ്ടത്. ആ റോഡ് വിസിബിലിറ്റിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യണം. അതായത് നിങ്ങൾ ആര് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അത് എന്ത് ലൈറ്റാണ്. കാരണം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു അനുഭവം ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ എൻ്റെ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്, അതായത് ഹെഡ്ലൈറ്റ് കുഴപ്പമില്ല, വളരെ താഴോട്ട് തന്നെയാണ്. എന്നാൽ ഗ്രില്ലേ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഡീഷണൽ നല്ല വെട്ടമുള്ള, അത് കണ്ണിലോട്ട് മാത്രം അടിക്കുന്ന രീതിക്ക്. അങ്ങനെ ഒരു ലൈറ്റ് വെക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വെച്ചോളൂ. പക്ഷേ സിറ്റി ഡ്രൈവ്സ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നോർമൽ റോഡ്സിലൊക്കെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിടാനുള്ളൊരു മര്യാദയും കൂടെ കാണിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാനിത് ഷെയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. ഇതുപോലെ നിങ്ങൾ ഏത് ലൈറ്റ്സ് ഇടുകയാണെങ്കിലും ഞാനും സജസ്റ്റ് ചെയ്യും, നമുക്ക് നല്ല വെട്ടമുള്ള ബൾബ് ഇട്ടേ പറ്റൂ. കാരണം നമ്മുടെ റോഡ് അതുപോലെ മോശമാണ്, വെട്ടമില്ല. നമുക്ക് പല സ്ഥലത്തും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് പോലും ഇല്ല. അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും റോഡ് വിസിബിലിറ്റി കിട്ടിയേ പറ്റത്തുള്ളൂ. ആ റോഡ് വിസിബിലിറ്റി കിട്ടിയില്ലെങ്കിൽ കുഴിയിലോട്ട് പോകാൻ, ചിലപ്പം താഴോട്ട് പോകാൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് കാരണം ആക്സിഡൻറ്റ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല വെട്ടം കൂടിയ ബൾബ് ഇടണം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡ് വിസിബിലിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവൻ്റെ കണ്ണിലോട്ട് അടിച്ചു കൊടുക്കാനോ ബാക്കിയുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ചെയ്യാൻ പാടില്ല.